അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ അത് ഞാൻ നോക്കി വാങ്ങിച്ചോളാം. അതെ. അല്ല, ഇനിയിപ്പോ രോഹിത് ഡ്യൂട്ടിക്ക് കയറിയാ ഇറങ്ങുമ്പോ ഒരുപാട് വൈകും. അപ്പൊ ഏത് മെഡിക്കൽ ഷോപ്പാ തുറന്നിരിക്കുന്നേ? അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ജോലിക്ക് കയറണം. അപ്പൊ പിന്നെ ഇതൊക്കെ എവിടെ വെക്കും? എത്രയായി? 100. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയോ? പതുക്കെ. രോഹിത്, ഈ കുഞ്ഞിനെ പിടിച്ച് വലിയ ഞാൻ പിടിച്ചിറക്കിക്കോളാം. ഇങ്ങതാ. വലിയ പതുക്കെ. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആയോ? ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഡിസ്ചാർജ് ആയിരുന്നു, അതാ വിളിക്കാൻ ഞാൻ. ശാന്തിച്ചി, ഒന്ന് വേഗം വന്നേ. ശാരികേ, രോഹിത്, ഈ സഞ്ചിയും കവറൊക്കെ എടുത്താ മതി. ഇവിടെ കുറച്ചു നേരം ഇരിക്കാൻ ശാന്തേച്ചി. എനിക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ. ശാരികയ്ക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാറായിരുന്നു നല്ലത്. ഈ ഓട്ടോയിലെ കുലുക്കമൊന്നും ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് പറ്റില്ല. ഇത് തന്നെ എങ്ങനെ ഒപ്പിച്ചെന്ന് ഞങ്ങൾക്കേ അറിയൂ. അല്ലെങ്കിലും കാശിന്റെ കാര്യം വരുമ്പോ പറയുന്നവരൊക്കെ പുറകോട്ട് പോവുമല്ലോ. ഞാൻ ഇത്രയും വൈകിയപ്പോ നാളത്തേക്ക് ഡിസ്ചാർജ് ആകുമെന്നാ കരുതിയത്. ഈ ബാഗും കവറും ഒക്കെ ഏത് മുറിലേക്കാ വെക്കേണ്ടത്? ശാരികയ്ക്കും കുഞ്ഞിനും ഒരല്പം കാറ്റും വെളിച്ചം കയറുന്ന മുറിയാ നല്ലത്. ശരിയാ, കുഞ്ഞിന് ജനല് തുറന്നാ കുറച്ച് കാറ്റ് കിട്ടുന്ന മുറിയാ നല്ലത്. അതെ, വലിയച്ച് കിടന്ന മുറി തന്നെ മതിയല്ലോ. ഇനി അതിനായിട്ട് വേറെ മുറിയൊന്നും ഒരുക്കണ്ട. അല്ല, ഇവിടെ ഇങ്ങനെ മുറി ഒരുക്കി തന്നെന്നെ പാടി നിൽക്കാൻ പോവാണോ? ജോലിക്ക് പോകുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ഈ മാസം ഒരുപാട് അവധി എടുത്തു. ദേ, ഇപ്പൊ പോയിരുന്നെങ്കിൽ ആ 11 മണിക്കുള്ള എക്സ്ട്രാ ഡ്യൂട്ടിക്കെങ്കിലും കയറായിരുന്നല്ലോ. എന്തിനാ രോഹിത്തെ കിട്ടുന്ന പൈസ വെറുതെ അവധി എടുത്ത് കളയുന്നേ? ഇത്രയും നേരമായതുകൊണ്ട് പോകണ്ടെന്ന് കരുതിയതാ. രോഹിത് ഇപ്പൊ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എക്സ്ട്രാ ഡ്യൂട്ടിക്ക് കയറി ആ കാശ് ശമ്പളത്തിൽ കയറുമെങ്കിലും ചെയ്യും. എന്നാ പിന്നെ അച്ഛാ, ഞാൻ പോയിട്ട് വരാം. വരുമ്പോ ശാരികയ്ക്കും കുഞ്ഞിനുള്ള മരുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാം. ഇതില് പറഞ്ഞിരിക്കുന്നത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ, വേറൊന്നും ഇല്ലല്ലോ അല്ലേ? ബേബി പൗഡറിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞായിരുന്നു. പിന്നെ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ നോക്കി വാങ്ങിച്ചോളാം. അതെ. അല്ല, ഇനിയിപ്പോ രോഹിത് ഡ്യൂട്ടിക്ക് കയറിയാ ഇറങ്ങുമ്പോ ഒരുപാട് വൈകും. അപ്പൊ ഏത് മെഡിക്കൽ ഷോപ്പാ തുറന്നിരിക്കുന്നേ? അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ജോലിക്ക് കയറണം. അപ്പൊ പിന്നെ ഇതൊക്കെ എവിടെ വെക്കും? അതുകൊണ്ടേ രോഹിത്തിന്റെ ജോലിക്ക് പോ. വലിയച്ഛനും കുഞ്ഞിന്റെ കാര്യമേ എന്റെ അച്ഛൻ നോക്കിക്കോളൂ. അച്ഛാ, അച്ഛനിപ്പോ പുറത്തേക്ക് പോകുന്നുണ്ടോ? ഞാൻ പോയി വാങ്ങിച്ചോളാം. എന്നാ പിന്നെ ഞാൻ പോവാ അച്ഛാ. വന്ന ഓട്ടോ തന്നെ അങ്ങ് പോയാ മതിയായിരുന്നു. അടിച്ചതുകൊണ്ടാ ഓട്ടോ പോയത്. എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് പോയാലോ? എണീക്ക് മോളെ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. പതുക്കെ. ഒരു പ്രസവവും ശുശ്രൂഷയും എല്ലാം കൊള്ളാം. എവിടെയാണ് സോമശേഖരൻ സാറെ നിങ്ങൾക്ക് പിഴച്ചത്? അവനെ പൂട്ടാൻ നല്ലൊരു ചാൻസ് അല്ലായിരുന്നോ ഞാൻ കൈവെള്ളയിലേക്ക് വെച്ചു തന്നത്? അവന്റെ അച്ഛന്റെ ഒരു ബുദ്ധി, അവന്റെ അച്ഛൻ ബുദ്ധിയോടെ കളിച്ചു. ഇല്ലെങ്കിൽ
ഞാൻ അവൻ ഇന്നത്തോടൊരു മൂക്കുകയറിട്ടേനെ. അവിടെയാണ് മാണിക്കോത്ത് മഹേന്ദ്രന്റെ ബുദ്ധി നമ്മൾ അറിയേണ്ടത്. ശത്രുവാണെങ്കിലും മകനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറല്ല. അയാളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ജനിപ്പിച്ച തന്തയല്ലേ, മകന്റെ കാലനായിട്ട് അവതരിപ്പിക്കാൻ മനസ്സ് സമ്മതിക്കുന്നുണ്ടാവില്ല. തല്ല് കൊടുത്ത ശീലമേ എനിക്കുള്ളൂ. എന്നെ അവൻ തല്ലിയത് എന്റെ പെണ്ണുമ്പിള്ളയുടെ മുന്നിലിട്ടാ. അതെനിക്ക് തിരിച്ചു കൊടുത്തേ വെക്കൂ. കൈക്ക് മുറിവ് വന്നാ അത് മരുന്ന് വെച്ച് ഭേദമാക്കാം. മനസ്സിന് മുറിവേറ്റാൽ അതൊരൊഴിയാ വേദന പോലെ കിടക്കും, ശാപമോക്ഷവും കാത്തു. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിയേ വെക്കൂ. പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? 1-2 വട്ടം വീഴും, പിന്നെ നടപ്പിന് ബലമാകും. ആ വീഴ്ചകളിൽ നിന്നും വീഴാതെ നടക്കാൻ അവര് പഠിക്കും. എന്താ ഡേസി, നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ? ഇനി അങ്ങോട്ട് എല്ലാ രീതിയിലും എനിക്ക് മാത്രം ജയിക്കണം എന്നൊരു വാശിയോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നവളാ ഈ ഞാൻ. എന്റെ ജയം മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവൾ. പക്ഷേ ആദ്യത്തെ ചുവടൊന്ന് പിഴച്ചപ്പോ മനസ്സൊന്ന് തകർന്നു. അത് കാര്യാക്കണ്ട. ആദ്യം ഉണ്ടാവുന്ന പിഴവാണ് രണ്ടാമത്തെ അറ്റംപ്റ്റിനൊരു പ്രചോദനം. ശിവശക്തി സംഗമം എന്ന് കേട്ടിട്ടില്ലേ? ശിവന്റെ ശക്തിയായി പാർവതി ദേവി കൂടെ ഉണ്ടാവുമ്പോഴേ ശിവന് പൂർണ്ണതയുള്ളൂ. ഇവിടെ ആ പൂർണ്ണത ഉണ്ടാവാൻ പാടില്ല. ശിവൻ ഒരു ബലമായി ശാലിനി നിൽക്കാൻ പാടില്ല. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യണം. ഒരു വട്ടം, ഒരേ ഒരു വട്ടം എന്റെ സെല്ലിനകത്ത് അവനെ ഒന്ന് കിട്ടിയാ അവൻ 6ാം വാരിയിൽ ഞാൻ തകർക്കും. പക്ഷെ ഒതുക്കത്തോടെ അവനെ എന്റെ കയ്യിലൊന്ന് കിട്ടണം. വഴി തുറന്നു തരാനും വരം തരാനും സർവേശ്വരൻ കൂടെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ സോമശേഖരൻ സാറെ ഭയക്കുന്നത്? മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, വഴിയൊക്കെ താനേ വന്നോളൂ. പക്ഷെ ഒന്നുണ്ട്, ഇനി കിട്ടിയാൽ പിന്നെ അവിടെ നടക്കേണ്ടത് അർത്തുങ്കൽ പെരുന്നാളിനേക്കാൾ വലിയ പെരുന്നാളായിരിക്കണം. മുട്ടയിലെഴഞ്ഞു വേണം അവനെ ശാലിനി കൊണ്ടുപോവാൻ. ആ കാഴ്ച എനിക്ക് കൺകുളിക്കെ കാണണം. അവന്റെ ജീവിതത്തിൽ നിന്നും എന്തിനെന്നെ ഒഴിവാക്കുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചുള്ളൂ. പക്ഷെ അവൻ എനിക്ക് വച്ചു നീട്ടിയത് തീരാ ദുഃഖം, കടുത്ത ഒറ്റപ്പെടൽ. എനിക്ക് നിഷേധിച്ച ജീവിതം അവൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോകുന്നു. സഹിക്കും എനിക്ക്? ഡെയ്സി, നിന്നിൽ ഞാൻ കാണുന്നത് എന്നെ തന്നെയാ. പണ്ട് വിഷ്ണു എന്നെ ചതിച്ച് ശാലിനിയെ സ്വന്തമാക്കിയപ്പോ ഇതേ ഒറ്റപ്പെടൽ ഞാനും അനുഭവിച്ചിരുന്നു. ഇതേ പക, ഇതേ തീ എനിക്കും ഉണ്ടായിരുന്നു. ആ പക എനിക്കിപ്പോഴുണ്ട്. അത് ശാലിനിയുടെ ഒടുക്കം കണ്ടേ തീരൂ. അതുകൊണ്ട് നിനക്കൊപ്പം എന്തിനും ഏതിനും ഞാനുണ്ടാവും. ഒരു പെണ്ണ് വിചാരിച്ചാൽ 9 പേരെ തകർക്കാന്നാ പറയുന്നത്. അപ്പൊ 2 പെണ്ണുങ്ങൾ വിചാരിച്ചാലോ? ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് യുദ്ധമാണ് മോളെ. ശാലിനിക്കും ശിവനുമെതിരെ നമ്മൾ നടത്തുന്ന ഒളിയുദ്ധം. 2നെയും പച്ചയ്ക്ക് കത്തിക്കണം.